بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ശഅബാൻ മാസം അത് അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. വിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ പറഞ്ഞ വിശുദ്ധമായ ഹദീസ് പ്രസിദ്ധമാണല്ലോ. റജബ് ഷഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ശഅബാനു ഷഹരി, ശഅബാൻ എന്റെ മാസമാണ്. റമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ ഈ മാസം വിടവാങ്ങാൻ പോകുന്നു. അവിടുത്തെ ഉമ്മത്തിങ്ങളുടെ മാസം അഥവാ വിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. ഈ സന്ദർഭത്തിൽ നോമ്പിനെ കുറിച്ച്, ശരീഅത്തിലെയും ത്വരീഖത്തിലെയും നോമ്പിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ആദ്യമായി റമളാൻ സംബന്ധിയായ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ പരിശുദ്ധമായ ആയത്ത് നമുക്ക് അല്പം വിശദീകരിക്കാം. സൂറത്തുൽ ബഖറ 183, 84, 85 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. يا أيها الذين آمنوا, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് ഫർളാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളായ സമുദായങ്ങൾക്ക് ഫറലാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് ഫറലാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോമ്പ് കൊണ്ട്, നോമ്പിന്റെ ഫലം തഖ്വയാണ്. തഖ്വയുള്ള മനുഷ്യനാകലാണ്, മുത്തഖിയാകലാണ്. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ. എത്രയാണ് ആ ദിവസങ്ങൾ? അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്.
ഷഹ്റു റമളാൻ, റമളാൻ മാസം അഥവാ 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാനിലാണ് വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ ഹാദിയാണ്, വഴികാട്ടിയാണ്. മാത്രമല്ല വിശുദ്ധമായ ഖുർആൻ ഹിദായത്തിനെയും ഫുർഖാനെയും സത്യാസത്യ കാര്യങ്ങളെയും വിവേചിച്ചറിയുന്നതാണ്. ഇതാണ് ഇതിന്റെ ലാഹിറിൽ അറിയപ്പെട്ട ചെറിയ രീതിയിലുള്ള ഒരർത്ഥം. ഇതിന്റെ ഇഷാരിയായ അർത്ഥം തഫ്സീറുൽ ഇഷാരി മഹാനായ ഇബ്നു അജീബ തങ്ങള് അവിടുത്തെ അൽ ബഹ്റുൽ മദീദ് എന്ന ലോകപ്രസിദ്ധ തഫ്സീർ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ വിശദീകരിക്കുന്നു. അൽ ഇഷാറ കുതിബ അലൈക്കുമുസ് സിയാമു അനിൽ ഹുദൂദി വശഹവാത്, ഷഹ്വത്തുകൾ അഥവാ വികാരങ്ങൾ ഇവയെ പിടിച്ചു വെക്കുക, അത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലാ മൻ സലക ത്വരീഖ ഖബ്ലകും മിനൽ ആരിഫീൻ, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ആരിഫീങ്ങൾക്ക് അവരുടെ ഷഹ്വത്തുകൾ പിടിച്ചു വെക്കൽ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഷഹ്വത്തുകൾ പിടിച്ചു വെക്കൽ നിർബന്ധമാക്കിയിരിക്കുന്നു. ഫീ അയ്യാമിൽ മുജാഹദതി വരിയാലാത്ത്, അതായത് അയ്യാമ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ അഥവാ ഒരു മാസം, അതിന്റെ വിശദീകരണമാണ് ഫീ അയ്യാമിൽ മുജാഹദതി വരിയാലാത്ത്, മുജാഹദയുടെ ദിവസങ്ങളിൽ, റിയാലുകളുടെ ദിവസങ്ങളിൽ, അഥവാ തരീഖത്തിൽ പ്രവേശിച്ചവനെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസം എന്ന് പറയുന്നത് റിയാലയുടെ മാസമാണ്, മുജാഹദയുടെ മാസമാണ്. അങ്ങനെ നിങ്ങൾ റിയാല വീടിയാൽ അല്ലാഹുവിന്റെ മുഷാഹദയുടെ തിരുമുറ്റത്ത് നിങ്ങൾ ചെന്ന് ഇറങ്ങുന്നതാണ്. അപ്പോ നിങ്ങൾ റിയാലയിൽ ഇരുന്നാൽ ആ റിയാലയിൽ നിങ്ങൾ ആത്മീയമായി പുരോഗതി പ്രാപിച്ച് ഉയർന്നുയർന്നു പോയി അള്ളാഹുവിന്റെ തിരുഹദ്റത്തിൽ നിങ്ങൾ ചെന്നിറങ്ങുന്നതാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുന്നവരാവാൻ വേണ്ടി എന്നതിന്റെ തഫ്സീർ ലഅല്ലകും തത്തഖൂന ശുഹൂദൽ കായിനാത്ത്, നിങ്ങൾ കായിനാത്തിനെ ദർശിക്കുന്നത് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അഥവാ ഈ പ്രപഞ്ചം കണ്ട് ഇതാണെല്ലാം എന്ന് കരുതി ഇതിൽ മതിമറന്ന് ജീവിക്കുന്നത് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഫമൻ കാന ഫീമാ സലഫ മിൻ അയ്യാമി ഉംദിഹി മരീളൻ യുഹിബ്ബുൽ ഹവാ, ഈ ആയത്തിൽ പറഞ്ഞതാണ്. അതായത് ഒരാള് രോഗിയാണെങ്കിൽ മറ്റൊരു ദിവസം ആ നോമ്പ് ഖളാ വീട്ടണം എന്ന അർത്ഥത്തിൽ വരുന്നതിന്റെ ബാത്തിനിയായ തഫ്സീറാണ് പറയുന്നത്. ഫമൻ കാന ഫീമാ സലഫ മിൻ അയ്യാമി ഉംദിഹി മരീള, ഒരാള് മുൻകാലത്ത് രോഗിയായി, ആ രോഗം എന്താ? യുഹിബ്ബുൽ ഹവാ, അവൻ തോന്നിയാസിയായി ജീവിച്ചു. അങ്ങനെയുള്ള ഹൃദ്രോഗമുള്ളവൻ, മനസ്സിന്റെ അസുഖമുള്ളവൻ, ഔ അലാ സഫരിൻ ഫീ തലബി ദുനിയാ, അല്ലെങ്കിൽ ദുനിയാവ് തേടി സഞ്ചരിച്ചവനായി, മുസാഫിറായി, എന്നാൽ ഫൽയുബാദിർ ഇലാ തലാഫി മാ ളഅ ഫീ അയ്യാമിൻ ഉഖർ, അവന് നഷ്ടപ്പെട്ടതെല്ലാം അവൻ മറ്റൊരു ദിവസം വീണ്ടെടുക്കട്ടെ. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, വഅലം, നീ മനസ്സിലാക്കണം,
അന്ന സിയാമ അലാ സലാസ് ദറജാത്ത്, നോമ്പിന് 3 ദറജകളുണ്ട്, 3 തരം നോമ്പുകളുണ്ട്, അല്ലെങ്കിൽ 3 വിഭാഗം ആളുകളുടെ നോമ്പുകളുണ്ട്. ഒന്ന് സൗമുൽ അവാം, സാധാരണക്കാരുടെ നോമ്പാണ്. സൗമുൽ ഖവാസ്, പ്രത്യേകക്കാരുടെ നോമ്പാണ് രണ്ടാമത്തെ നോമ്പ്. സൗമു ഖവാസിൽ ഖവാസ്, പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരായ ആളുകളുടെ നോമ്പ്, അതാണ് മൂന്നാമത്തെ നോമ്പ്. അമ്മാ സൗമുൽ അവാം, അപ്പോൾ സാധാരണക്കാരുടെ നോമ്പ്, വഹുവൽ ഇംസാകു അൻ ശഹ്വതിൽ ബത്നി വൽ ഫർജ്, ബത്നിന്റെയും ഫർജിന്റെയും വികാരങ്ങളെ പിടിച്ചു വെക്കലാണ് സാധാരണക്കാരുടെ നോമ്പ് എന്ന് പറയുന്നത്. ഖൂമു മഖാമഹുമ, അതുപോലെയുള്ള കാര്യങ്ങളെ പിടിച്ചു വെക്കുക. മിനൽ ഫജ്രി ഇലൽ ഖുറൂബ്, പ്രഭാതം മുതൽ പ്രദോഷം വരെ, ഇത് രണ്ടിനെയും ഇതുമായി ബന്ധപ്പെട്ടവയെ പിടിച്ചു വെക്കലാണ് സാധാരണക്കാരന്റെ നോമ്പ്. വസാഹിബ്, എന്നാൽ ഇഹ്മാലുൽ ഖൽബി ഫിൽ ഗഫലാത്ത്, ഈ മനുഷ്യൻ ഗഫലത്തിലായിരിക്കും, ഖൽബ് ഗഫലത്തിലായിരിക്കും, എന്നാലും അവൻ അവന്റെ ലാഹിറിനെ, അവന്റെ ബത്നിനെയും ഫർജിനെയും വികാരങ്ങളെ തൊട്ട് പിടിച്ചു വെക്കും. അതാണ് സാധാരണക്കാരന്റെ നോമ്പ്. വസാഹിബു ഹാദ സൗമി, ഈ നോമ്പുകാരൻ ലൈസ മിൻ സൗമിഹി ഇല്ലൽ ജൂഅ്, ഇതുകൊണ്ട് അവന് ഫലം വിശപ്പ് മാത്രമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ, മല്ലം യദഅ ഖൗലസ്സൂരി വൽ അമല ബിഹി, ഒരാൾ കള്ളസാക്ഷി പറയുന്നത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, വൽ അമല ബിഹി, അതുകൊണ്ടുള്ള പ്രവർത്തനം അഥവാ തിന്മ ഒരാൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജ ഫീ അയ്യദഅ തഅമഹു വശറാബഹു, അവൻ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ അല്ലാഹുവിന് യാതൊരു ആവശ്യവും ഇല്ല. വഅമ്മാ സൗമുൽ ഖവാസ്, എന്നാൽ പ്രത്യേകക്കാരുടെ നോമ്പ്, ഫഹുവ, അത് ഇംസാകുൽ ജവാരിഹി കുല്ലിഹാ അനിൽ ഫുദൂൽ, എല്ലാ അവയവങ്ങളെയും വേണ്ടാത്തരങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കലാണ്. എന്താണ് ഫുദൂൽ എന്ന് പറയുന്നത്? വഹുവ കുല്ലു മാ യുശ്ഗിലുൽ അബ്ദ അനിൽ വുസൂൽ, അല്ലാഹുവിലേക്ക് വുസൂലാകുന്നതിനെയും വിട്ട് ജോലിയാക്കുന്ന എല്ലാമാണ്. അല്ലാഹുവിന്റെ വുസൂലിന് തടസ്സമാകുന്ന എല്ലാം ഫുദൂലാണ്, വേണ്ടാത്തരമാണ്. ആ വേണ്ടാത്തരമായ കാര്യങ്ങളെ എല്ലാം ഉപേക്ഷിക്കലാണ്, അവയിൽ നിന്നെല്ലാം തന്റെ അവയവങ്ങളെ പിടിച്ചു വെക്കലാണ് പ്രത്യേകക്കാരുടെ നോമ്പ് എന്ന് പറയുന്നത്. വഹാസിലുഹു, അതിന്റെ ഫലം, ഹിഫ്ളുൽ ജവാരിഹിൽ ലാഹിറ വൽ ബാത്തിന അനിൽ ഇശ്തിഗാലി ബിമാ ലാ യഅനി, ലാഹിറും ബാത്തിനുമായ എല്ലാ അവയവങ്ങളെയും സൂക്ഷിക്കലാണ്. എന്തിൽ നിന്ന് സൂക്ഷിക്കുക? അനിൽ ഇശ്തിഗാലി ബിമാ ലാ യഅനി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ജോലിയാവുക, അത് അവയവങ്ങൾ ജോലിയാവുന്നതിനെ സൂക്ഷിക്കുക, ചിന്തകളെയും സൂക്ഷിക്കുക. വഅമ്മാ സൗമു ഖവാസിൽ ഖവാസ്, അപ്പോൾ പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരുടെ നോമ്പ്, അവരാണ് ഏറ്റവും വലിയവർ. വഹുവ, അത് ഹിഫ്ളുൽ ഖൽബി അനിൽ ഇൽതിഫാതി ലിഗൈരി റബ്ബ്, അല്ലാഹു അല്ലാത്തതിലേക്ക്
ഹൃദയത്തെ തിരിയുന്നതിൽ നിന്ന് സൂക്ഷിക്കലാണ്. അല്ലാഹു അല്ലാത്തവരോടൊപ്പം നിൽക്കുന്നതിൽ നിന്ന് സിറിനെ സൂക്ഷിക്കലാണ്. അതിന്റെ ഫലം العكوف يعني عكوف القلب في حضرة المولى അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹളറത്തിൽ ഹൃദയം കൊണ്ട് ഇഅ്തികാഫിരിക്കലാണ് ഇതിന്റെ ഫലം. വസാഹിബു ഹാദാ സ്വായിം വസാഹിബു ഹാദാ ഇയാൾ അഥവാ ഖവാസുൽ ഖവാസിന്റെ ഉടമയാകുന്ന മഹാൻ സ്വായിമുൻ അബദൻ സർമദാ കാലാകാലം നോമ്പിലായിരിക്കും. ഏറ്റവും ഉന്നതരായ ആരിഫീങ്ങൾ, ഖുതുബീങ്ങൾ, ഗൗസിയങ്ങൾ അവരുടെ മഖാമാണ് ഈ പറയുന്നത്. അവര് സ്വായിമുൻ അബദൻ സർമദാ കാലാകാലം അവർ നോമ്പിലായിരിക്കും. ഫഅഹ്ലുൽ ഹളറതി അലദ്ദവാമി സ്വായിമൂൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹളറത്തിൽ ജീവിക്കുന്നവർ അലദ്ദവാമി സ്വായിമൂൻ അവർ എല്ലാ സമയത്തും നോമ്പ് നോൽക്കുന്നവരാണ്. വഫീ സ്വലാത്തിഹിം ദായിമൂൻ എല്ലാ സമയത്തും അവർ നിസ്കരിക്കുന്നവരാണ്. നഫഅനല്ലാഹു ബിഹിം വഹശർനാ മഅഹും ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ സദാസമയവും നോമ്പ് നോൽക്കുന്ന 24 മണിക്കൂറും 365 ദിവസവും നോമ്പ് നോൽക്കുന്നവർ 24 മണിക്കൂറും 365 ദിവസവും നിസ്കരിക്കുന്നവർ അവരാണ് ഉന്നതരായ ആരിഫീങ്ങൾ, ഖവാസുൽ ഖവാസ് എന്ന് പറയുന്നത്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ ഗ്രന്ഥം സിറുൽ അസ്റാർ. സിറുൽ അസ്റാറിൽ നമുക്കറിയാം, നാം നേരത്തെ അത് പറഞ്ഞതാണ്, 24 അധ്യായങ്ങളാണുള്ളത്, 24 ഫസ്ലുകളാണുള്ളത്. അതിൽ അൽ ഫസ്ലു സാബിഅ അശർ 17ാമത്തെ ഫസ്ല് ഫീ ബയാനി സ്സൗമി അശ്ശരീഅ വത്വരീഖ ശരീഅത്തിലെയും ത്വരീഖത്തിലെയും നോമ്പിനെ വിശദീകരിക്കുന്ന ബാബാകുന്നു, ഫസ്ലാകുന്നു. സൗമു ശരീഅ ശരീഅത്തിലെ നോമ്പ് എന്നാൽ തങ്ങളുപ്പാപ്പ പറയുന്നു അയ്യുംസിക അനിൽ മഅ്കൂലാതി വൽ മശ്റൂബാത്ത് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കലാണ്, ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന്, വെള്ളം കുടിക്കുന്നതിൽ നിന്ന് പിടിച്ചു വെക്കലാണ്. റമളാൻ ഷരീഫിലെ പകൽ സമയം സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് പിടിച്ചു വെക്കലാണ് ശരീഅത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. എന്നാൽ ത്വരീഖത്തിലെ നോമ്പ് എന്നാൽ അത് അയ്യുംസിക അൻ ജമീഇ അഅ്ളാഇഹി അൽ മുഹറമാത് വൽ മനാഹി വസ്സമാഇബ് തന്റെ എല്ലാ അവയവങ്ങളെയും പിടിച്ചു വെക്കലാണ്. എന്തിൽ നിന്ന്? ഹറാമായ കാര്യങ്ങളിൽ നിന്ന്, വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന്, ആക്ഷേപിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് എല്ലാം എല്ലാ അവയവങ്ങളെയും പിടിച്ചു വെക്കലാണ്. മിസലുൽ ഉജ്ബി വൽ കിബിരി വൽ ബുഖലി വഗൈരി ദാലിക് ഉജ്ബ് പോലെ, അഹങ്കാരം പോലെ, പിശുക്ക് പോലെ, അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പിടിച്ചു വെക്കലാണ് ത്വരീഖത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. ലാഹിറം വ ബാത്തിന, ലാഹിറിലും ബാത്തിനിലും. അതായത് ത്വരീഖത്തിലെ നോമ്പ്
അത് ലാഹിറിൽ മാത്രമല്ല നോമ്പാവേണ്ടത്, ബാത്തിനിയായി നോമ്പാവണം. അഹങ്കാരം വന്നാൽ നോമ്പ് മുറിയും, പിശുക്ക് കാണിച്ചാൽ നോമ്പ് മുറിയും, ഉൾനാട്യമുണ്ടായാൽ നോമ്പ് മുറിയും. അപ്പോ തരീഖത്തിലെ നോമ്പ് ശരീഅത്തിലെ നോമ്പ് പോലെ അത്ര എളുപ്പമല്ല. കാരണം മനുഷ്യന്റെ ചിന്തകൾ എപ്പോഴാണ് വേണ്ടാത്തത് തോന്നുക എന്നറിയില്ല, എപ്പോഴാണ് അഹങ്കാരം വന്ന് പോവുക എന്നറിയില്ല. അങ്ങനെ തോന്നിപ്പോയാൽ തരീഖത്തിലെ നോമ്പ് മുറിഞ്ഞു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പോ ലാഹിറിലും ബാത്തിനിലും, ലാഹിറിൻ അവയവങ്ങളെയും ബാത്തിനിയായ അവയവങ്ങളെയും എല്ലാ ഹറാമുകളിൽ നിന്നും, വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും പിടിച്ചു വെക്കലാണ് ത്വരീഖത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. ശരീഅത്തിലെ നോമ്പും ത്വരീഖത്തിലെ നോമ്പും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം, ശരീഅത്തിലെ നോമ്പ് സമയബന്ധിതമാണ്. രണ്ടർത്ഥം. ഒന്ന്, ഫജ്ർ മുതൽ ഖുറൂബ് വരെ അഥവാ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയം, അല്ലെങ്കിൽ റമദാൻ മാസം, അല്ലെങ്കിൽ ചില പ്രത്യേക ദിവസങ്ങൾ, ഇങ്ങനെ സമയബന്ധിതമാണ് ശരീഅത്തിലെ നോമ്പ്. വസൗമു ത്വരീഖത്തി മുഅബ്ബദുൻ ഫീ ജമീഇ അംദിഹി. എന്നാൽ ത്വരീഖത്തിലെ നോമ്പ് എന്ന് പറയുന്നത് മുഅബ്ബദുൻ, അത് കാലം നിലനിൽക്കുന്നതാണ്. ഫീ ജമീഇ അംദിഹി, ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് ത്വരീഖത്തിലെ നോമ്പ്. അതുകൊണ്ടാണല്ലോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞത്, റുബ്ബ സ്വായിമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്, അവന്റെ നോമ്പ് കൊണ്ട് അവന് വിശപ്പ് മാത്രമാണ് ഫലം, അല്ലാഹുവിന്റെ അടുക്കൽ അവന് യാതൊരു പ്രതിഫലവുമില്ല. വലിദാലിക ഖീല, അതുകൊണ്ടാണ് പറയപ്പെട്ടത്. തങ്ങൾ പാപ്പയുടെ ഈ വാക്ക് ഒന്ന് നോക്കൂ. വലിദാലിക ഖീല കം മിൻ സ്വായിമിൻ മുഫ്തിറുൻ വകം മിൻ മുഫ്തിരിൻ സ്വായിമുൻ. അതാണ് വാക്ക്. കം മിൻ സ്വായിമിൻ, എത്ര നോമ്പുകാരാണ്. മുഫ്തിർ, അവൻ നോമ്പില്ല. നോമ്പില്ലാത്ത എത്ര നോമ്പുകാരാണുള്ളത്. വകം മിൻ മുഫ്തിരിൻ സ്വായിമിൻ, എത്രയോ ആളുകൾക്ക് നോമ്പില്ല, പക്ഷേ അവർ നോമ്പുകാരാണ്. അല്ലാഹു അക്ബർ. സിറുൽ അസ്റാറാണല്ലോ കിതാബ് പറയുന്നത്. ഗൗസുൽ ആലം തങ്ങൾ പാപ്പയാണ്. എത്രയോ നോമ്പുകാര് ഉണ്ട്, പക്ഷേ അവർക്ക് നോമ്പില്ല. എത്രയോ നോമ്പില്ലാത്തവരുണ്ട്, പക്ഷേ അവർ നോമ്പുകാരാണ്. അത് മനസ്സിലാക്കാൻ ത്വരീഖത്തിന്റെ വഴിയിൽ പ്രവേശിച്ച് കടക്കേണ്ട രീതിയിൽ കടന്നവർക്കാണ് അത് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുക. ഐ യസ്ലുകു അഅ്ളാഹു അനിൽ, അതായത് യുംസിക്കു അഅ്ളാഹു അനിൽ ആസാം. ത്വരീഖത്തുകാരൻ അവന്റെ എല്ലാ അവയവങ്ങളെയും എല്ലാ കുറ്റങ്ങളിൽ നിന്നും പിടിച്ചു വെക്കുന്നതാണ്.
വഈദാഇൻ നാസി ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്നും പിടിച്ചു വെക്കുന്നതാണ്. കമാ ഖാല അല്ലാഹു തആല ഫിൽ ഹദീസിൽ ഖുദ്സി, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞത്, ഇന്നസ്സൗമ ലീ വ അനാ ഉജ്സി ബിഹി, തീർച്ചയായിട്ടും നോമ്പ് അതിനെക്കുള്ളതാണ്, നോമ്പ് എന്റെ സിഫത്താണ്, എന്റെ അവസ്ഥയാണ് നോമ്പ്, ഭക്ഷണപാനീയമില്ലാത്ത അവസ്ഥ. നോമ്പ് എന്റേതാണ്, നോമ്പ് എനിക്കുള്ളതാണ്. വാന ഉജ്സി ബിഹി, അതിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ്. എന്തുകൊണ്ട് നോമ്പിനെ പറ്റി മാത്രം അല്ലാഹു അങ്ങനെ പറഞ്ഞു? നിസ്കാരത്തെ പറ്റി, സക്കാത്തിനെ പറ്റി, ഹജ്ജിനെ പറ്റി അങ്ങനെ പറഞ്ഞില്ല. കാരണം അതിലെല്ലാം ചില എളുപ്പങ്ങളുണ്ട്, പക്ഷേ നോമ്പിൽ എളുപ്പമില്ല. ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണം ലാഹിറൻ നോമ്പിൽ. ബാത്തിനിയായ തരീഖത്തിന്റെ നോമ്പാണെങ്കിൽ പറയുകയും വേണ്ട, വല്ലാത്ത കഷ്ടപ്പാടാണ്. അങ്ങനെ നോമ്പ് പിടിച്ചു നിൽക്കാൻ വലിയ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ലാഹിറവ ബാത്തിനൻ ഒരാൾ നോമ്പ് പിടിച്ചാൽ ആ നോമ്പ് എന്റേതാണ്, ആ നോമ്പ് എനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലം ഞാൻ അവന് പ്രത്യേകമായി നൽകുന്നതാണ്. وقال الله تعالى في الحديث القدسي, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞു, ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഫർഹത്തുൻ ഇൻദൽ ഇഫ്താർ, ഒന്ന് നോമ്പ് തുറക്കും ഇഫ്താറിന്റെ സമയത്തുള്ള സന്തോഷം. ഫർഹത്തുൻ ഇൻദ റുയതി ജമാലി, മറ്റൊരു സന്തോഷം എന്റെ സൗന്ദര്യം കാണുന്ന ആ ഘട്ടത്തിലുള്ള സന്തോഷം. ശരീഅത്തിന്റെ അഹ്ലുകാർ പറഞ്ഞിരിക്കുന്നു, അൽ മുറാദു മിനൽ ഇഫ്താർ, ഇഫ്താർ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അൽ അക്ലു ഇൻദ ഖുറൂബ് ശംസ്, സൂര്യാസ്തമയ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നാണ്. ആ സമയത്തുള്ള സന്തോഷം എന്നാണ് ശരീഅത്തിന്റെ അഹ്ലുകാർ അതിനർത്ഥം വെച്ചത്. മറ്റൊരു ഹദീസിൽ കാണാം, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി, ചന്ദ്രദർശനം അതുകൊണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കുക, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് മുറിക്കുക. ഒമിന റുയതി, ആ റുയത്തിന് അർത്ഥം വെച്ചത് റുയത്തുൽ ഹിലാലി ഫീ ലൈലത്തുൽ ഈദ്, പെരുന്നാളിന്റെ രാത്രി യുള്ള ചന്ദ്ര ദർശനമാണ്, മാസപ്പിറവി ദർശനമാണ് റുയത്ത് കൊണ്ട് അവർ അർത്ഥം വെച്ചത്, ശരീഅത്തിന്റെ അഹ്ലുകാർ അർത്ഥം വെച്ചത്. വഖാല അഹ്ലുൽ തരീഖ, എന്നാൽ ഈ പരിശുദ്ധമായ ഹദീസിന് തരീഖത്തിന്റെ അഹ്ലുകാർ വിശദീകരിച്ചു, അൽ ഇഫ്താറു ഇൻദ ദുഖൂലിൽ ജന്നാഹ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സമയത്താണ് തരീഖത്തുകാരന്റെ നോമ്പ് മുറിക്കൽ. ബിൽ അക്ലി മിമ്മാ ഫീഹാ, സ്വർഗീയ ഭക്ഷണം കഴിക്കുമ്പോഴാണ് തരീഖത്തുകാരൻ നോമ്പ് മുറിക്കുന്നത്. തരീഖത്തുകാരന്റെ ജീവിതം മുഴുവൻ, ആയുസ് മുഴുവൻ നോമ്പാണ്. ആ മനുഷ്യൻ നോമ്പ് മുറിക്കുന്നത് സ്വർഗത്തിൽ രണ്ട് കാലുകളും എടുത്തു വെച്ചതിന് ശേഷമാണ്. ബിൽ അക്ലി മിമ്മാ ഫീഹാ മിനൻ നഈം വഫർഹത്തുൻ ഇൻദ റുയ, നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷം റുയത്ത്, കാണുന്നതിലുള്ള സന്തോഷം. ഏതാണ് ആ റുയത്ത്? ഐ ഇൻദ ലിഖാഇല്ലാഹി യൗമൽ ഖിയാമഹ, അന്ത്യനാളിൽ യൗമുൽ ഖിയാമയിൽ അല്ലാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷമാണ് നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷം. ബിനളിരി സിരി മുആയനതൻ, കണ്ണോട് കണ്ണ് ഡയറക്റ്റ് നേരെ
അള്ളാഹുവിനെ നോക്കിക്കാണുന്ന ആ നിമിഷം, അതാണ് നോമ്പുകാരന്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഹഖീഖത്തിന്റെ നോമ്പ്, അത് ഇംസാകുൽ ഫുആദി അൻ മഹബ്ബതി മാ സിവല്ലാഹി തആല, ഒരാൾ അല്ലാഹു അല്ലാത്തതിനെ ഇഷ്ടം വെക്കുന്നതിൽ നിന്ന് തന്റെ ഫുആദിനെ പിടിച്ചു വെക്കലാണ്. അമ്മാ സോമുൽ ഹഖീഖ, ഹഖീഖത്തിന്റെ നോമ്പ് നമ്മൾ നേരത്തെ വിശദീകരിച്ച ഇബ്നു അജീബ തങ്ങളുടെ തഫ്സീറിൽ പറഞ്ഞ ഖവാസുൽ ഖവാസിന്റെ നോമ്പ്, അഥവാ പ്രത്യേകക്കാരായ മശായിഖന്മാരുടെയും തുബീങ്ങളുടെയും ഗൗസിയങ്ങളുടെയും നോമ്പ് എന്ന് പറയുന്നത് ഫഹുവ ഇംസാകുൽ ഫുആദി അൻ മഹബ്ബതി മാ സിവല്ലാഹി തആല, അല്ലാഹു അല്ലാത്തതിനെ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ഹൃദയത്തെ പിടിച്ചു വെക്കലാണ്. ഫുആദ് എന്ന് പറഞ്ഞാൽ ഖൽബിന്റെ ഉള്ളാണ്, ഹൃദയത്തിന്റെ ഉള്ളാണ് ഫുആദ് എന്ന് പറയുന്നത്. അതിന്റെയും ഉള്ളാണ് സിർറ് എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഇംസാകു സിരി, ഹൃദയത്തിന്റെ ഉള്ളായ ഫുആദിന്റെയും ഉള്ളായ സിർറ്, ആ സിറിനെ, അതായത് ഉള്ളിന്റെ പിടിച്ചു വെക്കുക. അൻ മഹബ്ബതി മുശാഹദതി ഗൈരില്ലാഹി തആല, അല്ലാഹു അല്ലാത്തവരെ ദർശിക്കുന്നതിൽ നിന്ന്, അല്ലാഹു അല്ലാത്തതിനെ ദർശിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് പിടിച്ചു വെക്കലാണ്. അതായത് അവന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് മാത്രമേ പറ്റുകയുള്ളൂ, മറ്റൊന്നിനോടും മറ്റാരോടും മഹബ്ബത്ത് വെക്കാൻ പാടില്ല. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞല്ലോ ഫിൽ ഹദീസിൽ ഖുദ്സി, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അൽ ഇൻസാനു സിർരി, അൽ ഇൻസാനു സിരി വ അന സിർറുഹു. അൽ ഇൻസാൻ, ഇൻസാനുൽ കാമിലാണ് ഉദ്ദേശം. അൽ ഇൻസാൻ, യഥാർത്ഥ മനുഷ്യൻ, സമ്പൂർണ്ണ മനുഷ്യൻ. സിരി, എന്റെ രഹസ്യമാണ്. വ അന സിർറുഹു, ഞാൻ അവന്റെയും രഹസ്യമാണ്. അത് ഖവാസുൽ ഖവാസായ ഹഖീഖത്തിന്റെ നോമ്പ് നോൽക്കുന്ന ഉന്നതന്മാരായ മഹാന്മാരുടെ അവസ്ഥയാണ്. അവരെ പറ്റിയാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്. വസ്സിർറു മിൻ നൂരില്ലാഹി തആല, സിർറ് അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, വരുന്നത്. അതുകൊണ്ട് തന്നെ ഫലാ യമീലു ഇലാ ഗൈരില്ലാഹി തആല, അല്ലാഹു അല്ലാത്തവരിലേക്ക്, അല്ലാഹു അല്ലാത്തതിലേക്ക് ഒന്നിലേക്കും ചായാൻ പാടില്ല. വലൈസ ലഹു സിവാഹു, അങ്ങനെയുള്ള ഉന്നതന്മാരായ ആളുകൾക്ക് അല്ലാഹു അല്ലാതെ മഹ്ബൂബുൻ, ഒരു മഹ്ബൂബുമില്ല. വമർഗൂബുൻ, ആഗ്രഹിക്കുന്ന ആളില്ല. വമത്ലൂബുൻ, തേടപ്പെടുന്ന ആളുമില്ല. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അദ്ദേഹത്തിന്റെ തേട്ടം, അദ്ദേഹത്തിന്റെ ആഗ്രഹം, അദ്ദേഹത്തിന്റെ ഇഷ്ടം അല്ലാഹു മാത്രമാണ്. വഇദാ വഖഅത് ഫീഹി മഹബ്ബത്തു ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോടൊരു മഹബ്ബത്ത് അവരുടെ ഹൃദയത്തിൽ, അവരുടെ സിറിൽ വന്നാൽ ഫസദ സൗമുൽ ഹഖീഖ, ഹഖീഖത്തിന്റെ നോമ്പ് ഫസാദായി. ശരീഅത്തിന്റെ നോമ്പിന്റെ മുകളിലാണ് തരീഖത്തിന്റെ നോമ്പ്. തരീഖത്തിന്റെ നോമ്പിന്റെയും മുകളിലാണ് ഹഖീഖത്തിന്റെ നോമ്പ്. അല്ലാഹു അല്ലാത്ത ഒരാളോട്, ഒന്നിനോട്, ഒരു വസ്തുവിനോട്, അല്ലെങ്കിൽ ഒരാളോട്, വ്യക്തിയോട് മഹബ്ബത്ത് വന്നാൽ ഹഖീഖത്തിന്റെ നോമ്പ് ഫസാദായി. ഫലഹു ഖളാഉ സൗമിഹി, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്റെ നോമ്പ് ഖളാ വീട്ടാം. വഹുവ അയ്യർജിഅ ഇലല്ലാഹി തആല വലിഖാഇഹി,
അള്ളാഹുവിലേക്ക് മടങ്ങലാണ് ആ നോമ്പ് ഖളാ വീട്ടുക എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ തിരുദർശനത്തിലേക്ക് മടങ്ങുക, അള്ളാഹുവിന്റെ മഹബ്ബത്തിലേക്ക് മടങ്ങുക. വജസാഉ ഹാദ الصوم لقاء الله تعالى في الآخرة. ഈ സൗമിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ആഖിറത്തിൽ അള്ളാഹുവിന്റെ ലിഖാ ആകുന്നു. അപ്പൊ ഇതിന്റെ ഫലം, ഇതിന്റെ പ്രതിഫലം അള്ളാഹു തന്നെയാകുന്നു. ശരിക്ക് പറഞ്ഞാൽ ശരീഅത്തിലെയും ത്വരീഖത്തിലെയും ഹഖീഖത്തിലെയും നോമ്പുകൾ, 3 നോമ്പുകളും നാം വിശദീകരിച്ചു. ഒരു ത്വരീഖത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതകാലം മുഴുവൻ നോമ്പാണ്, അവന്റെ ജീവിതകാലം മുഴുവൻ നിസ്കാരമാണ്. തങ്ങൾ പാപ്പ നേരത്തെ പറഞ്ഞ ഒരു ഹദീസിന്റെ വിശദീകരണം വളരെ ചിന്തോദ്ദീപകമാണ്, ചിന്തനീയമാണ്, ആലോചിക്കേണ്ടതാണ്. കമ്മിൻ സായിമിൻ മുഫ്തിർ വകമ്മിൻ മുഫ്തിരിൻ സായിം. എത്രയോ നോമ്പുകാര് അവർക്ക് നോമ്പില്ല, എത്രയോ നോമ്പ് പിടിക്കാത്തവർ അവർക്ക് നോമ്പുണ്ട്. ഇതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ ത്വരീഖത്തിന്റെ വഴിയിൽ പ്രവേശിച്ച് ശൈഖ് മുറബ്ബിയെ മുറുക്കി പിടിച്ച് ജീവിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഖാദിരിയ്യ ത്വരീഖത്തിന്റെ കാമിലായ ദിക്റിന്റെ വഴി ഇതാണ്, ഇതിന് ഏറ്റവും നല്ല വഴി. ഖാദിരിയ്യ ത്വരീഖത്തിന്റെ കാമിലായ ദിക്ർ ഒരു മനുഷ്യന് ലഭിച്ചാൽ അവനെ എല്ലാ അർത്ഥത്തിലും സലാമത്തായി അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം പിന്നീട് ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഖാദിരിയ്യ ത്വരീഖത്തിന്റെ കാമിലായ ദിക്ർ ലഭിക്കാത്ത ഒരാൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഖാദിരിയ്യ ത്വരീഖത്തിന്റെ കാമിലായ ദിക്ർ സ്വീകരിക്കുക. ഈ കാലഘട്ടത്തിന്റെ ഖുതുബും ഗൗസുമായ ഞങ്ങളുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ഖാദിരിയ്യ ത്വരീഖത്തിന്റെ കാമിലായ ദിക്ർ സ്വീകരിക്കുക. കാമിലായ ദിക്ർ ഈ വഴിയിൽ നിന്ന് ഉപ്പാപ്പയിൽ നിന്ന് അല്ലെങ്കിൽ ഉപ്പാപ്പയുടെ ഖലീഫമാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പാപ്പ സ്ഥാപിച്ച മജ്ലിസുമായി ബന്ധപ്പെട്ട് ഈ ആത്മീയ ബന്ധം, ഈ ദിക്റിന്റെ ബന്ധം നിലനിർത്തുക, ഇതിലായി ജീവിക്കുക, ഇതിലായി ജീവിച്ചു മുന്നേറുക. അങ്ങനെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഗൗസുല്ലാദം തങ്ങളുപ്പാപ്പയുടെയും നമ്മുടെ മശായിഖിന്റെയും പ്രത്യേകിച്ച് ജീവന്റെ ജീവനായ നമ്മുടെ എല്ലാ കരളിന്റെ കഷ്ണമായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ സമ്പൂർണ്ണ പൊരുത്തത്തിലായി 2 ലോകവും സലാമത്താവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ, ആമീൻ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുടെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ, ആമീൻ, ആമീൻ, ആമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.